കാണുന്നത് ബഹിരാകാശ പേടകത്തിലേക്ക് മടങ്ങാനുള്ള ബഹിരാകാശ പേടകത്തിലേക്ക് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒപ്പം ക്രൂ 10 ദൗത്യത്തിന്റെ ഭാഗമായി അവിടെ എത്തിയിരുന്നവരിൽ 2 പേർ കൂടി അങ്ങനെ 4 പേർ തിരികെ മടങ്ങുന്നതാണ്. എങ്ങനെയാണ് ഈ യാത്രാ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്? ഈ അൺഡോക്കിംഗ് അവിടെ നിന്ന് പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടുള്ള യാത്ര എപ്പോൾ ആരംഭിക്കും? ശ്രീജ, 7 മണിക്കൂർ അതായത് 17 മണിക്കൂർ നീളുന്ന 7 ഘട്ടങ്ങളിലായാണ് ഈ യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാച്ചിങ് ക്ലോഷർ, അതായത് ഇവർ ഈ പേടകത്തിൽ കയറി അതിനുശേഷം ഈ വാതിൽ അടയ്ക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് സ്പേസ് സ്യൂട്ടുകൾ, ഈ ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ യാത്രികർ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇതിൽ കയറുന്നതിന് മുൻപ് തന്നെ വസ്ത്രങ്ങൾ, ഈ സ്പേസ് സ്യൂട്ടുകൾ ധരിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റു 2 യാത്രികരും ഈ പേടകത്തിൽ കയറിയതിന് ശേഷമാണ് ഈ ഡ്രസ്സുകൾ ധരിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ നിർണായകമായത് 8:30 മണിയോടുകൂടി ഈ ദൗത്യം, അതായത് ഹാച്ചിങ് ക്ലോഷർ പൂർത്തിയാകുമെന്നായിരുന്നു നാസ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകവും അത് പൂർത്തിയായിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും അൺഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ താമസിക്കും എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. സ്വാഭാവികമായി ഇതനുസരിച്ച് ഈ കാലാവസ്ഥയും മറ്റ് സാങ്കേതിക കാര്യങ്ങളുമൊക്കെ പരിഗണിച്ച് ഈ ദൗത്യം അല്പം വൈകാനുള്ള സാഹചര്യമൊക്കെ നേരത്തെ നാസ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 7 ഘട്ടമായാണ് ഈ ദൗത്യത്തിന്റെ നിർണായകമായ കാര്യങ്ങൾ കടന്നു പോവുക എന്നുള്ളതാണ്. ഈ ആദ്യം ഈ ഹാച്ചിങ് ക്ലോഷർ, അതായത് ഈ പേടകം വാതിലടയ്ക്കുന്ന പ്രക്രിയ പൂർത്തിയാകണം. അതിനുശേഷം 200 മീറ്റർ അകലെയുള്ള പേടകത്തിലേക്ക്, ഡ്രാഗൺ ഫ്രീഡം എന്ന പേടകത്തിലേക്ക് ഈ യാത്രികർ എത്തേണ്ടതുണ്ട്. അതിനുശേഷം ഈ പേടകത്തിലേക്കുള്ള അൺഡോക്കിംഗ് പ്രക്രിയ, ഈ പേടകത്തിൽ കയറിയതിനു ശേഷം അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ട പശ്ചാത്തലമുണ്ട്. 10:30 ഈ അൺഡോക്കിംഗ് നടക്കും. പേടകങ്ങൾ വേർപെടുന്ന അൺഡോക്കിംഗ് എന്ന പ്രക്രിയ നടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ 10:30 ഇത് ഇപ്പോൾ അല്പം കൂടി വൈകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ട്രങ്ക് വേർപെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ട്രങ്ക് വേർപെടുത്തിയതിനു ശേഷമാകും പേടകം ഭൂമിയിലേക്ക് പുറപ്പെടുക. പിന്നീട് അതിനിർണായകമായ സാങ്കേതിക ഘട്ടം എന്ന് പറയുന്നത് ഡി ഓർബിറ്റ് ബേൺ എന്ന സാങ്കേതിക ഘട്ടമാണ്. ഇത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തുള്ള ഘട്ടമാണ്. ഈ 7 ഘട്ടങ്ങളിൽ ഏറ്റവും നിർണായകവും സങ്കീർണവുമായ പ്രക്രിയ ഇതുതന്നെയാണ്. ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഗതിമാറ്റം വരുത്തി വേണം വേഗത കുറച്ച് ഇത് ഭൂമിയിലേക്ക് ഈ പേടകം പ്രവേശിപ്പിക്കാൻ എന്നുള്ളതാണ്. ഇവിടെ പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടും. നാസയ്ക്ക് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടത്തിയുള്ള പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ചൂടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. വലിയ ചൂടാണ്, നിർണായക ഘട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതനുസരിച്ചുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അതിനുശേഷം 3:15 സ്പ്ലാഷ് ഡൗൺ പ്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ വൈകാനുള്ള സാഹചര്യം ഇതിനകം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭൂമിയിലേക്ക് പേടകം എത്തിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പാരച്യൂട്ടുകളുടെയും മറ്റും സഹായത്തോടെയാകും ഈ പേടകം ഭൂമിയിലേക്ക് പതിക്കുക. ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് ആണ് ഇപ്പോൾ പേടകം പതിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കൊക്കെ ആയിരിക്കും പേടകം പതിക്കുക. അതിന് നിർണായകമായ 2 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ യാത്രികരെ കപ്പൽ മാർഗം കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നിർണായകമാണ്. കാരണം കാലാവസ്ഥ പ്രധാനമാണ്. മറ്റൊന്നാണ് സാങ്കേതികമായ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നതിൻ്റെ നിരീക്ഷണങ്ങൾ ഉണ്ട്. അങ്ങനെ അതിനിർണായകമായ ഘട്ടങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, നേരത്തെ 8 മാസത്തേക്ക് മാത്രമാണ് ബഹിരാകാശ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 8 ദിവസത്തേക്ക് മാത്രമാണ്. ഇപ്പോൾ 9 മാസം പിന്നിടുന്ന പശ്ചാത്തലം ഇതിനോടുകൂടിയുണ്ട്. നിരവധി തവണ ഇവരെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തിയിരുന്നു എങ്കിൽ പോലും പലതും വൈകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറെ ആത്മവിശ്വാസത്തോടു കൂടി നാസ മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. അതിനുള്ള ആദ്യ ഘട്ടം ഏതാനും നിമിഷങ്ങൾക്കകം വിജയകരമായി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നേരത്തെ ഇവരിതിന് മുൻപ് ഈ പേടകത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയും സന്തോഷകരമായ നിമിഷങ്ങൾ ഭൂമിയുമായി പങ്കുവെക്കുകയും ചെയ്ത കാഴ്ചകളൊക്കെ ഏറെ ആനന്ദദായകമായിരുന്നു. അത്തരത്തിലുള്ള നിരവധി നിമിഷങ്ങൾ കൂടി ഇതിനിടയിൽ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഹാച്ചിങ് ക്ലോഷർ, അതായത് കവാടമടയ്ക്കൽ അല്പസമയത്തിനകം പൂർത്തിയാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനുശേഷം 1.5 മണിക്കൂർ സമയമെടുക്കും ഡോക്കിംഗ് പ്രക്രിയയ്ക്കും മറ്റും അൺഡോക്കിംഗ് പ്രക്രിയയ്ക്ക്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്, കാത്തിരിപ്പിലാണ് ഇനി ലോകം. ശ്രീജ.
രഞ്ജിത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ സ്ക്രീനിൽ തന്നെ നാസ തരുന്ന ഫീഡിലുള്ള സ്ക്രീനിൽ തന്നെ ആ ടൈം കാണാം. അതായത് അൺഡോക്കിങ്ങിന് ഇനി ബാക്കിയുള്ളത് 1 മണിക്കൂർ 25 മിനിറ്റ് ആണ്. സ്പ്ലാഷ് ഡൗണിന് ബാക്കിയുള്ളത് 18 മണിക്കൂർ 17 മിനിറ്റ് 25 സെക്കൻഡ്. അങ്ങനെ ആ മിഷൻ ക്ലോക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ മിഷൻ ക്ലോക്കിലെ ടൈമിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഡ്രാഗൺ ഫ്രീഡം പേടകത്തിനുള്ളിലേക്ക് 4 ബഹിരാകാശ യാത്രികരും കയറി കഴിഞ്ഞു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ക്രൂ 9 ടീമിന്റെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹിരാകാശ നിലയത്തിലെത്തിയ ക്രൂ 10 ടീമിൽ നിന്ന് 2 പേർ അവിടെ തുടരും. ബാക്കി 2 പേർ കൂടി ഇങ്ങോട്ട് മടങ്ങും. നാളെ പുലർച്ചെ 3:30 ഫ്ലോറിഡ തീരത്താണ് സ്പ്ലാഷ് ഡൗൺ, അതായത് വന്ന് സമുദ്രത്തിലേക്ക് പേടകം പതിക്കുക. അങ്ങനെ ചരിത്ര മുഹൂർത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. ബഹിരാകാശത്ത് നിന്നാണ് ബഹിരാകാശ പേടകത്തിന്റെ അൺഡോക്കിംഗ് നടക്കുക. 1 മണിക്കൂർ 24 മിനിറ്റ് 35 സെക്കൻഡ്. അതിനുശേഷമാണ് യാത്ര ആരംഭിക്കുക. നമുക്ക് ആ സമയത്തേക്ക് ഈ ദൃശ്യങ്ങളിലേക്കും അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്കും മടങ്ങിയെത്താം. മറ്റു വാർത്തകളിലേക്ക്. മധ്യസ്ഥ ചർച്ചകൾ സ്തംഭിച്ചതോടെ ഇസ്രയേൽ ഗാസ സംഘർഷം വീണ്ടും മുറുകുകയാണ്. ഗാസ മുനമ്പിലുടനീളം നടന്ന വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 30 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിക്കുകയും മധ്യസ്ഥ കരാർ നിരസിക്കുകയും ചെയ്തുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗാസയിൽ നിന്ന് രക്തരൂഷിതമായ ദൃശ്യങ്ങൾ, രക്തം ചിന്തുന്നതിന്റെ വാർത്തകളാണ് വരുന്നത്. വളരെ വ്യാപകമായി തന്നെ ഇസ്രായേൽ വീണ്ടും ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണോ? തീർച്ചയായും ശ്രീജ, ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 30 അല്ല, മരണസംഖ്യ 150ഓളമായി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മരണസംഖ്യ ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ ഈ യുദ്ധം അത് ഇനി വരും ദിവസങ്ങളിൽ കനക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അടക്കം മുന്നറിയിപ്പ് നൽകുന്നതും. അതായത് 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിരുന്ന വ്യവസ്ഥകൾ അത് ഹമാസ് ലംഘിച്ചു. അത് ഒരു തരത്തിലും ഹമാസ് അംഗീകരിക്കുന്നില്ലെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഹമാസ് ബന്ദികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് ഇസ്രായേലും ബന്ദി കൈമാറ്റം ഏറെ വൈകിപ്പിച്ചിരുന്നു. അതൊക്കെ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീടാണ് സമാധാനം പുലരുന്നു എന്ന തരത്തിൽ ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പെട്ടെന്ന് തന്നെ പുരോഗമിച്ചു. ബന്ദികളെല്ലാം കൈമാറ്റം ചെയ്തു. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പിന്നീട് നീണ്ടുപോയി. 1 മാസം മുൻപേ തുടങ്ങേണ്ടിയിരുന്ന ചർച്ചകൾ ഏറെ വൈകിയാണ് പുനരാരംഭിച്ചത്. പക്ഷെ അപ്പോഴും ഗാസയിൽ സമാധാനം പുലരുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം വിപരീതമായി മാറുന്നു. ഗാസയിൽ യുദ്ധം കനക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 2ാം ഘട്ടത്തെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത് പ്രധാനമായും 2 ആവശ്യങ്ങളായിരുന്നു. ഒന്ന്, പൂർണ്ണമായും മുഴുവൻ ബന്ദികളെയും ഹമാസ് ഇസ്രായേലിന് തിരികെ നൽകണം. അതായത് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ബന്ദികളാക്കിയ മുഴുവൻ പേരെയും വിട്ടു നൽകണം. ഒപ്പം തന്നെ ഗാസയിൽ ഉടനീളം വിന്യസിച്ചുള്ള സൈനികരെ പിൻവലിക്കണം. ഈ 2 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഈ 2 ആവശ്യങ്ങളും ഹമാസ് അത് അംഗീകരിച്ചില്ല. ഹമാസ് അതിൽ വിമുഖത കാണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം കനപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയത്. ഇതിനോടകം തന്നെ 150ഓളം പേർ 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയരും. ഒപ്പം റഫേൽ അടക്കം ആശുപത്രിയിൽ അടക്കം ശക്തമായ വ്യോമാക്രമണം തന്നെയാണ് തുടരുന്നത്. ഒപ്പം തന്നെ ഹൂതികൾ ചെങ്കടലിൽ വളരെ വ്യോമാക്രമണം ശക്തിപ്പെടുത്തുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് US നേരത്തെ തന്നെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് ആക്രമിച്ചിരുന്നു. അതിന് തിരിച്ചടി എന്നോണം ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ ഹമാസിന് പിന്തുണയുമായി ഹൂതികൾ എത്തിയതും ചെങ്കടലിൽ വളരെ വ്യാപകമായി വ്യോമാക്രമണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ യുദ്ധം വീണ്ടും കനക്കുമെന്നത് തീർച്ചയാണ്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. ഈ വാർത്ത റഷ്യ സ്ഥിരീകരിക്കുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം യുക്രൈൻ അംഗീകരിച്ച വെടിനിർത്തൽ കരാർ റഷ്യയും അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്.
3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ നീക്കങ്ങൾ. വെടിനിർത്തൽ കരാറിനൊപ്പം വൈദ്യുതി നിലയങ്ങളുടെയും യുക്രൈനിൽ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളുടെയും നിയന്ത്രണവും ചർച്ചയുടെ ഭാഗമാകും. റഷ്യൻ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ വെടിനിർത്തൽ കരാറിനെ അനുകൂലിക്കാനാവില്ലെന്ന പുടിന്റെ വാക്കുകളാണ് ആശങ്ക ഉണർത്തുന്ന ഘടകം. ചർച്ചയ്ക്ക് മുന്നോടിയായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗുഷ്കോ റഷ്യയുടെ പ്രധാന നിലപാടുകൾ വ്യക്തമാക്കി. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈനെ ചേർക്കാനുള്ള നീക്കം അനുവദിക്കില്ല. യുക്രൈനിൽ സമാധാന സേനയെ വിന്യസിക്കാനുള്ള നീക്കവും റഷ്യ അംഗീകരിക്കില്ലെന്ന് ഗുഷ്കോ വ്യക്തമാക്കി. സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സഖ്യകക്ഷികളുമായി പ്രതിരോധ സംവിധാനം ഏകോപിപ്പിക്കാൻ യുക്രൈൻ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ അംഗീകരിച്ചിരുന്നു. ഇതിനോടുള്ള റഷ്യയുടെ പ്രതികരണം വൈകിയ സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് പുടിൻ ചർച്ച. യുക്രൈനിൽ ധാതുഖനനത്തിന് അമേരിക്കയ്ക്ക് അനുമതി നൽകാമെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. ഈ സാമ്പത്തിക താൽപര്യവും ട്രംപിന്റെ ചർച്ചയിൽ പ്രതിഫലിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. ഇതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യം വന്നാൽ യുക്രൈനെ പിന്തുണയ്ക്കാൻ 30-ലധികം രാജ്യങ്ങൾ സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കിയതും ട്രംപിനും പുടിനും ഒരുപോലെയുള്ള സന്ദേശമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലേക്ക് മോദി അക്കൗണ്ട് തുറന്നത്. മൈ ഫ്രണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരസ്പരം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് കൂടുതൽ ദൃഢമാക്കുന്നതാണ് ട്രൂത്ത് സോഷ്യലിലെ മോദിയുടെ അക്കൗണ്ട്. ഡൊണാൾഡ് ട്രംപ് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റായ ഘട്ടത്തിൽ 2019 ടെക്സസിൽ നടന്ന ഹൌഡി മോദി പരിപാടിയിൽ മോദിയും ട്രംപും കൈകോർത്തു നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമാണ് മോദി പങ്കുവച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7:30 പോസ്റ്റ്. ട്രൂത്ത് സോഷ്യൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മോദി കുറിച്ചു. വരാനിരിക്കുന്ന കാലം അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെന്നും മോദി പറഞ്ഞു. ലെക്സ് ഫ്രിഡ്മാനുമായുള്ള മോദിയുടെ പോഡ്കാസ്റ്റ് അഭിമുഖം ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരുന്നു. താങ്ക് യു മൈ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപ് എന്നാണ് രണ്ടാമത്തെ കുറിപ്പിൽ മോദി ഇതിനോട് പ്രതികരിച്ചത്. ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിൽ ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയെന്ന് മോദി വിശേഷിപ്പിച്ചിരുന്നു. പരസ്പര വിശ്വാസവും സുശക്തവുമായ ബന്ധമാണ് താനും ട്രംപുമായുള്ളതെന്നും പറഞ്ഞിരുന്നു. ഇന്ത്യ ഫസ്റ്റ് എന്ന തന്റെ മുദ്രാവാക്യം പോലെയാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയമെന്നും മോദി പറഞ്ഞിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തിരുപ്പതി ക്ഷേത്രത്തിൽ എംപിമാരുടെയും MLAമാരുടെയും ശുപാർശ കത്തുകൾ പരിഗണിച്ച് VIP ദർശനം നൽകും. ഇത് സംബന്ധിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശം തിരുപ്പതി ദേവസ്ഥാനം അംഗീകരിച്ചു. എല്ലാ ആഴ്ചയും ബുധൻ, വ്യാഴം ദിവസങ്ങളിലാവും ശുപാർശ കത്തുള്ളവർക്ക് VIP ദർശനം അനുവദിക്കുക. ഒരു കത്തിൽ പരമാവധി 6 പേരെ അനുവദിക്കും. നാഗ്പൂരിൽ വർഗീയ സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി 50ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാഗ്പൂരിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ഭാഗങ്ങളിൽ കർഫ്യൂവും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ മാർച്ചിനെ തുടർന്നായിരുന്നു സംഘർഷം. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഹോളി ആഘോഷത്തിന് പിന്നാലെ തുടങ്ങിയതാണ്. അതിപ്പോൾ വലിയ രീതിയിലുള്ള അക്രമങ്ങളിലേക്കൊക്കെ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നിലവിൽ നാഗ്പൂരിലെ അവസ്ഥ എങ്ങനെയാണ്? ശ്രീജ, നിലവിൽ നാഗ്പൂരിലെ അവസ്ഥയിൽ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ട്. എന്നാൽ ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല. വലിയ അക്രമ സംഭവങ്ങൾ ഇന്നലെ രാത്രി ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 50ഓളം പേരെ കരുതൽ തടങ്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും ഔറംഗസീബിൻ്റെ ശവകുടീരം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും ഒരു ശക്തമായ രീതിയിലേക്കല്ലാതെ വിവിധ ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു. അതാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു മാർച്ച് നടത്തുകയും ഈ മാർച്ചിനിടയിൽ ഖുറാൻ കത്തിച്ചു എന്നൊരു പ്രചരണം പുറത്തൊക്കെ വ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സംഘർഷം വ്യാപകമായത്. നാഗ്പൂരിൽ മാത്രമല്ല, നാഗ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദു സംഘടനകളും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. പല സ്ഥലത്തും പോലീസിന് നേരെയും കല്ലേറും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ കത്തിക്കുന്നൊക്കെ അവസ്ഥയുണ്ടായി. ഇതുവരെയും അങ്ങനെ മരണമോ അല്ലെങ്കിൽ ഗുരുതരമായ പരുക്കോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഏത് സമയവും സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. നിരോധനാജ്ഞയും കർഫ്യൂവും പോലീസ് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ ഇരു ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനമായും 50ഓളം പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ്
പോലീസിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ലഭ്യമാകുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും എന്നാൽ പൂർണ്ണമായും അത് ശാന്തമായി എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉള്ള റിപ്പോർട്ടുകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇരുഭാഗങ്ങളിലെയും ആളുകളെ കൂട്ടിയിരുത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ആവശ്യവും പ്രധാനമായും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ നാഗ്പൂരിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലേക്ക് ഒരു നീക്കം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കിരൺ ബാബുവാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാഗ്പൂരിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കി. ലഹരിയുടെ വലയെറുക്കാൻ പോലീസ്. കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരെ താമരശ്ശേരിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടി. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൌര്യ, മിർസാപൂർ സ്വദേശി ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായൂജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊച്ചിയിൽ 5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശിയാണ് പിടിയിലായത്. 5 വർഷം മുൻപ് കൊച്ചിയിൽ പെയിന്റ് പണിക്കായി എത്തിയ ശേഷം ലഹരി മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചു വന്ന രോഹൻ ഷെയ്ഖാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. തിരുവനന്തപുരം വർക്കലയിൽ 12 ഗ്രാം MDMAയുമായി കാറിൽ സഞ്ചരിച്ച 3 യുവാക്കളെ ഡാൻസ് ഓഫ് ടീം പിടികൂടി. വർക്കല കാപ്പിൽ സ്വദേശിയായ പ്രവീൺ, നെയ്യാറ്റിൻകര കുന്നത്തുകാൽ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരെ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടത്ത് MDMAയുമായി ഒരാൾ പിടിയിലായി. അസം സ്വദേശി യാസറാണ് 14 ഗ്രാം MDMAയുമായി പിടിയിലായത്. ഇന്നലെ രാത്രി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പട്ടാമ്പി കുലുക്കല്ലൂരിൽ പക്ഷേ അല്പം വ്യത്യസ്തമായിരുന്നു. വണ്ടുംതറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നതായാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ പാറപ്പുറം സ്വദേശി സതീഷിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 144 സെന്റിമീറ്റർ ഉയരത്തിലുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് കണ്ടെത്തിയത്. വീടിന്റെ പുറകുവശത്ത് ശുചിമുറിയോട് ചേർന്നാണ് ചെടി വളർത്തിയിരുന്നത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാട്ടാക്കടയിൽ കടകളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. കടകളിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്ത് 10,000 രൂപ പിഴ ചുമത്തി. തിരുവനന്തപുരത്ത് നിന്നെത്തിയ സംഘവും കാട്ടാക്കട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ടായിരുന്നു പരിശോധന. മയക്കുമരുന്നിനെതിരെ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡുകളിൽ
2,15,00,000 രൂപ മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. മാർച്ച് 5 മുതൽ 16 വരെ നടത്തിയ 5399 റെയ്ഡുകളിൽ 725 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 742 പേരെ പ്രതി ചേർത്തു. 81.21 ഗ്രാം MDMA, 55.73 ഗ്രാം ഹെറോയിൻ, 39.26 ഗ്രാം മെത്താഫെറ്റമിൻ, 12.82 ഗ്രാം നൈട്രോസെഫാം ഗുളികകൾ, 14.5 ഗ്രാം ബ്രൗൺ ഷുഗർ, 133.9 കിലോ കഞ്ചാവ്, 14.8 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, 22 ഗ്രാം ചരസ്, 31.7 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലം കടപ്പാക്കടയിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയം നിരാകരിച്ചതിനു പിന്നാലെയുള്ള പകയെന്ന സൂചന. അക്രമിയായ തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫെബിന്റെ വീട്ടിലെത്തിയത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണെന്നാണ് വിവരം. ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തുവന്നു. അതേസമയം കറുത്ത പർദ്ദ ധരിച്ചെത്തിയ തേജസ് മകനെ ആദ്യം ആക്രമിച്ചെന്ന് ഫെബിന്റെ അമ്മ മൊഴി നൽകി. പിടിച്ചുമാറ്റാൻ ചെന്ന പിതാവ് ഗോമസിനെയും കുത്തി. മകളോടൊപ്പം പഠിച്ച ആളായിരുന്നു തേജസ് രാജ്. മകൾ തേജസുമായുള്ള വിവാഹത്തെ എതിർത്തിരുന്നുവെന്നും മാതാവ് മൊഴി നൽകി. എന്നാൽ കുത്തിയ ആളെ അറിയില്ലെന്നാണ് ഫെബിന്റെ പിതാവ് ഗോമസ് പോലീസിനോട് പറഞ്ഞത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, യാതൊരു സൂചനകളും ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നില്ല. ആരാണ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു ചെറുപ്പക്കാരനെ കുത്തിയത്, എന്താണ് ഇതിന് പിന്നിൽ, ഒന്നും അറിയുമായിരുന്നില്ല. ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് ഇന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് എന്തൊക്കെ വിവരങ്ങളാണ്? ഈ ഫെബിന്റെ അമ്മ നൽകിയ മൊഴിയിൽ നിന്ന് മാത്രമേ നമുക്കിനി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാനുള്ളൂ. എന്താണ് ലഭിക്കുന്ന സൂചനകൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രമ മൈതാനത്തിന് സമീപത്തുള്ള ഉളിയകോവിൽ എന്ന സ്ഥലത്തെ ഒരു ഇടവഴിയിലാണ്. ഈ വഴിയോട് ചേർന്നിട്ടാണ് ഈ കൃത്യം നടന്ന വീടുള്ളത്. ഇതുവഴി വാഹനങ്ങൾ സാധാരണ ധാരാളമായി കടന്നു പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയോട് ചേർന്ന് ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് പർദ്ദ ധരിച്ച് ഒരാൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിന്റെ മുൻവശത്തെ ഗേറ്റ് തുറന്ന് ഫ്രണ്ടിലേക്ക് എത്തുന്നു. എത്തിയതിനു ശേഷം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പെൺകുട്ടിയെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെൺകുട്ടി ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഫെബിനാണ്. ആ ഫെബിന് നേരെ ഒരു ദ്രാവകം വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് എറിയുന്ന സമയത്ത് ഫെബിന്റെ പിതാവ് ഗോമസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഗോമസ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ഈ ദ്രാവകം ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു നീക്കം ഫലം കണ്ടില്ല. തുടർന്നാണ് കൈവശം കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് 3 തവണ കഴുത്തിലും നെഞ്ചിലും അതോടൊപ്പം വാരിയലിലുമായി കുത്തുന്നത്. മാരകമായ മുറിവേൽക്കുന്നു. ആ കത്തി അതിനുശേഷം ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് ശേഷമാണ് പ്രതി ഇവിടെ തൊട്ട് സമീപത്തായി നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ കയറി ഓടി രക്ഷപ്പെടുന്നത്. തുടർന്ന് ഈ വീടിന്റെ ഗേറ്റിന്റെ പ്രധാന കവാടം തുറന്നാണ് ഈ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തമാണ് ഈ വഴിയിലല്ല ഇങ്ങനെ ഇപ്പോഴും ഈ റോഡിൽ ഒരു തീരെ മുറിവായി ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഫ്രണ്ടിലേക്ക് ഫെബിൻ ഓടിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ അലറി വിളിച്ചുകൊണ്ടാണ് ഫെബിൻ ഓടുന്നത് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞ് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. അങ്ങനെ പുറത്തേക്ക് എത്തി ഏതാണ്ട് 50 മീറ്റർ മുമ്പിലേക്ക് എത്തുന്ന സമയത്താണ് അല്പസമയം മുമ്പ് CCTV ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ ഒരു സ്ഥലത്ത് എത്തുന്ന ഇതിനിടയിൽ അവശനായി ഇവിടെ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇവിടെ നിന്ന് അയൽവാസികളൊക്കെ ചേർന്ന് ഉടൻ തന്നെ എടുത്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഫെബിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. ഇവിടെയാണ് ഈ CCTV ദൃശ്യങ്ങളിൽ അല്പസമയം മുൻപ് കണ്ടതുപോലെ ഫെബിൻ അവശനായി വീണത്. ഇവിടെ കിടന്നാണ്
അവൻ മരണം സംഭവിക്കുന്നത്. ഫെബിന്റെ ഈ വീണ സമയത്ത് തെറിച്ച രക്തം ഇവിടെ ഈ മതിലിലുമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. പോലീസിന്റെ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലമെല്ലാം മാർക്ക് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെബിന്റെ സഹോദരിയും അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്തിയ യുവാവും തമ്മിൽ, അതായത് ഈ തേജസ് രാജൻ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. പക്ഷേ പോലീസിൽ ജോലി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഈ തേജസ് രാജ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതോടെ അങ്ങനെ ജോലി ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായി. ഇതോടെ ഈ വിവാഹം എന്ന ഒരു കാര്യത്തിൽ നിന്ന് ഈ ഫെബിന്റെ കുടുംബം പിന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെ ഈ തേജസ് വലിയ തരത്തിലൊരു ഡിപ്രഷനിലേക്ക് മാറുന്നു. അത് ഈ കുടുംബങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ കുടുംബ ബന്ധങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി. തേജസിന്റെ പിതാവ് കൊല്ലം സിറ്റിയിലെ ഒരു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ സബ് ഇൻസ്പെക്ടറാണ്. അങ്ങനെ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ വരെ ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. അതിനിടയിൽ ഈ പെൺകുട്ടിക്ക് കോഴിക്കോട് ഒരു ബാങ്കിൽ, സ്വകാര്യ ബാങ്കിൽ ജോലി ലഭിക്കുന്നു. അവർ അവിടേക്ക് പോകുന്നു. അവർക്ക് മറ്റ് വിവാഹാലോചനകൾ വരുന്നു. അതുമായി മുമ്പോട്ട് പോവുകയാണ് എന്ന് അറിഞ്ഞ തേജസ് രാജ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വീടിന് പരിസരത്തെത്തി മദ്യപിച്ചതിന് ശേഷം മകളെ വിവാഹം കഴിച്ച് നൽകണമെന്ന് ഗോമസിനോട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് എന്നും, പക്ഷേ അതിനുള്ള വിയോജിപ്പ് അവർ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് പ്രകോപിതനായ തേജസ് രാജ് ഈ പെൺകുട്ടിയെ വകവരുത്തണമെന്ന ചിന്തയോടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോടെ ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തുന്നത്. പക്ഷേ ഈ യുവതി അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഫെബിനെ അതിക്രൂരമായി 3 തവണ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം തടയാൻ ശ്രമിച്ച ഗോമസിനെയും, ഫെബിന്റെ പിതാവ് ഗോമസിനെയും പരിക്കേൽപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതേയുള്ളൂ. അല്പസമയത്തിനകം ഫോറൻസിക് സംഘം പരിശോധനകൾക്ക് വേണ്ടി സ്ഥലത്തേക്ക് എത്തും. ഈ വീട്ടിൽ ഇപ്പോൾ മറ്റാരുമില്ല. ഈ അവരുടെ ഭാര്യ അടക്കം, അതായത് ഗോമസിന്റെ ഭാര്യ അടക്കം ആശുപത്രിയിലാണുള്ളത്. അവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുത്തിയാളെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ അവർ പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഗോമസ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടിനെ നടുക്കിയ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴും ഒരു രാത്രി പിന്നിടുമ്പോഴും ഈ നാട്ടുകാരും ഇങ്ങനെ ഒരു ദുരന്തം ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത്. കാരണം എപ്പോഴും ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയാണ്. ആ വഴിയോട് ചേർന്ന ഒരു വീട്ടിൽ വളരെ അപ്രതീക്ഷിതമായി വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഫെബിനും പിതാവ് ഗോമസുമൊക്കെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു ദാരുണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഫെബിന് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫെബിന്, BCA 2ാം വർഷ വിദ്യാർത്ഥിയായ ഫെബിന് ഇവിടെ വെച്ച് പിടഞ്ഞു മരിക്കേണ്ട ഒരു സാഹചര്യം. ഇന്നലെയും ഈ നാട്ടിലുണ്ടായിരുന്ന ഫെബിൻ ഇന്ന് ഈ സമയം ഒരു ഓർമ്മയായിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ നാടിന് കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ. ഡാനി, തേജസിനെ സംബന്ധിച്ച്, തേജസിന്റെ അച്ഛനും പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് അറിയുന്നത്. ഈ തേജസിനെ സംബന്ധിച്ച് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്തലമുണ്ടോ, അതോ ഈ ഒരൊറ്റ പകയുടെ പുറത്ത് ഇങ്ങനെ ഒരു അക്രമകാരിയായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്? ആ രീതിയിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പലതവണ ഈ പ്രണയം പകയുടെ പേരിൽ ജീവൻ ഇല്ലാതാക്കിയ ശേഷം ജീവൻ ഒടുക്കുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമാനമായ തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇതിനോടകം പോലീസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ ലഹരി ഉപയോഗിച്ചിരുന്നതായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു റോങ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരാളാണ് തേജസ് രാജ് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പോലീസിലേക്ക് ടെക്സ്റ്റ് എഴുതി അതുമായി ബന്ധപ്പെട്ട പരീക്ഷയിലേക്ക് വിജയിച്ചൊടുവിൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ മാത്രമാണ് പരാജയപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു ജോലി നേടണം, സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നൊരു ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവാണ്. പക്ഷേ അപ്രതീക്ഷിതമായാണ് അങ്ങനെ ഒരു കായികക്ഷമതാ പരീക്ഷയിൽ ഒരു തിരിച്ചടി നേരിടുകയും അങ്ങനെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു തടസ്സമുണ്ടാകുകയും അത് ഈ വിവാഹത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നത്. അതിൽ മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു തേജസ് രാജ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഏറെ മാസങ്ങൾ ഈ വലിയൊരു ദുഃഖവും മനസ്സിലേറി പോകുന്നതിനിടയിൽ മദ്യപിച്ച് ഈ വീട്ടിലെത്തി മകളെ കെട്ടിച്ച് നൽകണമെന്ന് പലതവണ ഈ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെടുകയും അവർ അതിൽ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾ ഇതുവരെ ഈ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ. പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മറ്റൊരു വിവാഹം ഈ ഫെബിന്റെ സഹോദരിക്ക് ആലോചിച്ച് അതായത് അതുമായി മുമ്പോട്ട് പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഈ
ഈ പ്രതിക്ക് ലഭിച്ചതിനെ തുടർന്നാണ് അങ്ങനെ തേജസ് രാജ് വലിയ പ്രകോപനത്തോടെ ഇവരെ ഇല്ലാതാക്കണം, വകവരുത്തണം എന്നൊരു ചിന്തയോടെ ഇന്നലെ വൈകുന്നേരം ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദിശയിലാണ് ഈ വാഹനത്തിൽ വന്ന് അവിടെ നിന്ന് നടന്ന് ഇവിടേക്ക് എത്തുകയായിരുന്നു. പർദ്ദ ധരിച്ചാണ് എത്തിയത്. ആളുകൾക്ക് ഒരു സംശയവും തോന്നാത്ത തരത്തിൽ സാധാരണ തിരക്കുള്ള ഒരു വഴിയിലൂടെ എത്തുന്നത് പോലെ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വിളിച്ചിറക്കി ഫെബിനെ പുറത്തിറക്കിയതിനു ശേഷം നെഞ്ചിലും വാരിയിലും കഴുത്തിലും ക്രൂരമായി കുത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന മൊഴി. അതിനുശേഷം പ്രാണരക്ഷാർത്ഥം ഇറങ്ങി മുമ്പിലേക്ക് ഈ വഴിയെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ട സ്ഥലത്ത് ഇവിടെ അവശനായി തളർന്നു വീഴുകയും ഇവിടെ പിടഞ്ഞു വീണ ഫെബിനെ ഇവിടെ നിന്ന് ഓടിക്കൂടിയ ആളുകൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ട് അത്രമാത്രം രക്തം വാർന്നു പോയിട്ടുണ്ട്. ഈ കടന്നു വരുന്ന വഴിയിൽ ഈ സ്ഥലങ്ങളിലെല്ലാം രക്തം തളങ്കെട്ടി കിടക്കുകയെന്ന് വൈകിട്ട് അല്പസമയത്തിനകം ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി വിശദമായ പരിശോധന നടക്കും. ഈ കുത്താൻ ഉപയോഗിച്ച കത്തിയാണ് മറുവശത്ത് ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്ത് അത് പോലീസ് മറവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് തെളിവെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ആ കത്തിയെടുക്കും അവിടുന്ന് വീണ്ടെടുക്കുക. അതിനുശേഷമായിരിക്കും ഈ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുകയുള്ളൂ. എന്തായാലും ഗോമസിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഉളിയക്കോവിലാണ് ഇന്നലെ നാടിന് മുഴുവൻ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടാവുന്നത്. ഇതിനുശേഷം ഈ ആക്രമണം നടത്തിയ തേജസ് രാജ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രണയം നിരാകരിച്ചതിന് പിന്നിലെ, വിവാഹം നടക്കാത്തതിന് പിന്നിലെ പകയാണ് ഇത്തരമൊരു ക്രൂരമായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. ഇനി ഇതിന് സമാനമായ രീതിയിലായിരുന്നു നമ്മൾ വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുകയാണ്. കാമുകയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വീട്. ഇവിടെ വെച്ചാണ് അഫാൻ ഈ ആലോചനയിലേക്ക് അടക്കം പോയത്, ഇങ്ങനെ ഒരു കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയത്. ആ രീതിയിൽ നിർണായകമാണ്. ഈ അവിടെ പ്രദേശത്ത് ആൾക്കൂട്ടമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, പേരുമലയിലെ അഫാന്റെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസാണ് തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുവന്നിട്ടുള്ളത്. മൂന്നാം ഘട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ. മൂന്നാം ഘട്ടവും ഏറ്റവും ഒടുവിലത്തേതുമായ തെളിവെടുപ്പ്. നേരത്തെ തന്നെ രണ്ടിടങ്ങളിൽ, പ്രധാനമായി കൊലപാതകങ്ങൾ നടന്ന ഇടങ്ങൾ, അവിടെയുള്ള തെളിവെടുപ്പുകൾ നടത്തിയിരുന്നു. പിതാവിന്റെ ഉമ്മയെയും അതോടൊപ്പം തന്നെ പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ 2 വീടുകൾ, ആ സ്ഥലങ്ങളിലും സ്വർണ്ണപ്പണയം വെച്ച ധനകാര്യ സ്ഥാപനം, അതോടൊപ്പം തന്നെ ആയുധം വാങ്ങിയ, ഈ ചുറ്റിക വാങ്ങിയ കട, അവിടെ എല്ലാം തന്നെ നേരത്തെ തെളിവെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു. പക്ഷേ പ്രത്യേകം എഫ്ഐആറുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലും തെളിവെടുപ്പ് നടത്തുമ്പോൾ ഇതേ സ്ഥലങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നേരത്തെയും ഈ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. പേരുമലയിലെ വീട്ടിലേക്ക് നേരത്തെ മറ്റ് കൊലപാതകങ്ങളുടെ തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവന്നിരുന്നു. കാരണം ഈ കൊലപാതകങ്ങൾ നടത്തുകയും അതിനിടയ്ക്ക് ഇവിടെ വന്നു പോവുകയും ചെയ്തിരുന്നു. ഇന്നും മറ്റിടങ്ങളിലെ തെളിവെടുപ്പുകൾ ഉണ്ടാകും. അതായത് ഈ എലിവിഷം വാങ്ങിയ കട, അതോടൊപ്പം തന്നെ പെപ്സി വാങ്ങിയ സ്ഥലം, സിഗരറ്റ് വാങ്ങിയ കട, ഇവിടങ്ങളിലെല്ലാം തന്നെ കൊണ്ടുപോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അഫാനെ വെഞ്ഞാറമൂട് പോലീസ് 9:15 ഇവിടേക്ക് കൊണ്ടുവരുന്നത്. 9:15 കഴിഞ്ഞതോടുകൂടി കൊണ്ടുവന്നു. മറ്റിടങ്ങളിലും ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഈ തെളിവെടുപ്പ് നടത്താൻ, ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനമായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നത് വ്യക്തമാണ്. ഇത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപയുടെ കടം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്, ഈ വീട്ടിലാണ് കാമുകിയെയും അതോടൊപ്പം തന്നെ അനുജനെയും കൊലപ്പെടുത്തിയത്. അമ്മയെ ആദ്യം ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതും ഇതേ വീട്ടിൽ വെച്ചാണ്. ഈ വീടിന്റെ മുകൾ നിലയിലെ മുറിയിലാണ് കാമുകിയെ കൊലപ്പെടുത്തുന്നത്. കാമുകിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഫർഹാനയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ തന്ത്രപരമായി വീടിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ഈ സമയം അനുജൻ സ്കൂൾ ടൈം കഴിഞ്ഞ് സ്കൂൾ വിട്ട് ഇവിടേക്ക് വരുന്ന ഒരു സമയമാണ്. അനുജനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു ഓട്ടോയിൽ ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു. അത് വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു. കാമുകിയെ കൊലപ്പെടുത്തുന്നതിന് അനുജൻ തടസ്സമായി വരരുത് എന്ന ഒരു കരുതലോടുകൂടി പ്രതി നടത്തിയ ഒരു നീക്കമായിരുന്നു. അതിനു മുൻപ് തന്നെ, ഈ കൊലപാതക പരമ്പര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയെ
ആദ്യം ആക്രമിക്കുന്നത് ഉമ്മയാണ്. ഉമ്മയെ ഇവിടെ ആക്രമിക്കുന്നു. ഷമിയെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയാണ്. ചുമരിൽ തലപിടിച്ച് പലതവണ ഇടിക്കുകയും ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു. പിന്നീട് അച്ഛൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തി ഇവിടേക്ക് എത്തിയ ശേഷം വീണ്ടും സ്വന്തം മാതാവിന് ബോധമുണ്ട് എന്ന് കാണുമ്പോൾ വീണ്ടും അവരെ ആക്രമിക്കുന്നുണ്ട്. മുറിയിൽ പൂട്ടിയിട്ടു. മരണം ഉറപ്പായി എന്ന വിശ്വാസത്തിലാണ് തുടർന്ന് മറ്റ് കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പോലീസിൽ ഈ കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് 6 മണിക്കൂർ കൊണ്ട് 5 പേരെ കൊലപ്പെടുത്തി 6 പേരും മരിച്ചുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതി. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് പോലീസ് പാഞ്ഞെത്തുകയും ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷമിയെ ജീവനോടുകൂടി കിട്ടുന്നത്. തുടർന്ന് അവർ ചികിത്സയിലാണ്. പക്ഷേ അവരുടെ മൊഴി ഇപ്പോഴും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ അത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കില്ല എന്ന് കൃത്യമായി പോലീസും നിയമവിദഗ്ധരും പറയുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള തെളിവുകൾ, മറ്റ് മൊഴികൾ, സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല കുറ്റസമ്മത മൊഴി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സാമ്പത്തികമാണ് പ്രശ്നമായത് എന്ന കാര്യം പ്രതി മൊഴിയായി നൽകുകയും ആ പരിശോധനയിൽ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ ഒരു മാതാവിൻ്റെ സ്നേഹമായി തന്നെയാണ് ഇപ്പോൾ ഷമിയുടെ മൊഴി കാണേണ്ടത്. ആവർത്തിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പോലീസിന് മൊഴി നൽകിയത് താൻ കട്ടിലിൽ നിന്ന് വീണു. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും പരിക്കുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വീണ്ടും വീണ്ടും വീണു എന്ന കാര്യമാണ് പറഞ്ഞത്. മകനെ കാണണമെന്ന ആഗ്രഹം കൂടി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ ഒരു മാതാവിൻ്റെ പുത്രസ്നേഹമായിരിക്കാം. പക്ഷേ ഈ കൊലകൾ അത് സംബന്ധിച്ച് നിയമത്തിന് മുന്നിൽ പ്രതി ചെയ്ത ഏറ്റവും വലിയ പാതകമാണ് 5 പേരുടെ ജീവനെടുക്കുക എന്നത്. അനുജനെയും കാമുകിയെയും ഉമ്മുമ്മയെയും അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ തന്നെ ഈ കൊന്നു തള്ളുക, അത് ചുറ്റിക കൊണ്ട് നെഞ്ചിലും തലയ്ക്കും അടിച്ച് നെഞ്ചിന് മുകളിലേക്കാണ് എല്ലാവർക്കും ഈ അടിയേറ്റിട്ടുള്ളത്. ആ തരത്തിൽ വളരെ ക്രൂരമായി നടത്തിയ കൊലപാതകങ്ങൾ, അതിൻ്റെ ഒരു 3ാം ഘട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വന്തം വീട്ടിൽ, പ്രതിയുടെ സ്വന്തം വീട്ടിൽ 2 പേരെ കൊലപ്പെടുത്തിയ ഏറ്റവും ഒടുവിലത്തെ FIR, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശ്രീജ. വിനോദാണ് വെഞ്ഞാറമൂട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അഫാന്റെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടെയാണ് അഫാൻ സുഹൃത്ത് ഫർസാനെയും ഒപ്പം അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയത്. കണ്ണൂരിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് താമസ സ്ഥലത്തിന് സമീപമുള്ള കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ. സുമേഷ്, വളരെ ദുരൂഹമാണ് ഈ സംഭവം. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ശ്രീജ, കണ്ണൂർ പാപ്പിനിശ്ശേരി പാറയ്ക്കലാണ് ഈ 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാത്രികയുടെ മൃതദേഹമാണ് ഈ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഈ കുടുംബം താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കുടുംബം, അതായത് പോലീസിനോട് ഈ കുടുംബം രക്ഷിതാക്കൾ പറഞ്ഞത് ഇവരുടെ കൂടെ കിടന്നുറങ്ങുകയായിരുന്നു കുട്ടി. പെട്ടെന്ന് കുട്ടിയെ കാണാതായത് ഇവർ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ഇവരെ അറിയിക്കുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അതിൽ കുട്ടിയെ ഈ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് ഈ രക്ഷിതാക്കൾ പോലീസോട് പറഞ്ഞത്. ഇതിലൊരു ദുരൂഹത സ്വാഭാവികമായും പോലീസ് പറയുന്നുണ്ട്. അതായത് 4 മാസം മാത്രമേ കുട്ടിക്ക് പ്രായമുള്ളൂ. ഒരു പരസഹായം ഇല്ലാതെ കുട്ടിക്ക് ഏതായാലും ഈ കിണറിന്റെ അടുത്ത് ഏതായാലും എത്താൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ. സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കണ്ടെത്തിയത്. ഇവരെ നാട്ടിലെത്തിക്കാൻ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 11-ാം തീയതിയാണ് താമരശ്ശേരിയിൽ നിന്ന് ഈ 13-കാരിയായ പെൺകുട്ടിയെ കാണാതായത്. ഇപ്പോൾ ബംഗളൂരുവിൽ ഇവരെ കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ. അനീഷ് വിവരങ്ങൾ നൽകും. അനീഷ്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവരെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്?
ഷീജ, ബംഗളൂരുവിൽ നിന്നാണ് ഈ പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 11-ാം തീയതിയായിരുന്നു ഇവരെ കാണാതായത്. ഇതിനുശേഷം പോലീസിൽ, താമരശ്ശേരി പോലീസിൽ കുടുംബം പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഈ കുട്ടിക്കും യുവാവിനും വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുകയായിരുന്നു. പക്ഷേ അവരെക്കുറിച്ച് ആദ്യ ദിനങ്ങളിൽ കാര്യമായ ഒരു വിവരമുണ്ടായില്ല. പിന്നീട് 14-ന് തൃശൂരിൽ വെച്ച് ഇവരുടെ CCTV ദൃശ്യം പുറത്തു വന്നു. അതായത് തൃശൂരിലെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കാനായി എത്തിയതായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറി നൽകാൻ ഉടമ വിസമ്മതിച്ചു. തുടർന്നാണ് ഇരുവരും അവിടെ നിന്നും അപ്രത്യക്ഷമായത്. തൃശൂർ കേന്ദ്രീകരിച്ചൊക്കെ പിന്നീട് തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഒരു പുരോഗതി അക്കാര്യത്തിൽ ഉണ്ടായില്ല. അതിനുശേഷമാണ് ബംഗളൂരു പോലീസ്, അതായത് കർണാടക പോലീസ് താമരശ്ശേരി പോലീസിനെ ബന്ധപ്പെടുകയും ഇത്തരത്തിൽ ഈ താമരശ്ശേരിയിൽ നിന്നും കാണാതായ കുട്ടിയെ ഒരു യുവാവിനോടൊപ്പം അവിടെ നിന്നും കണ്ടെത്തിയെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് തുടർന്ന് ഈ ഫോട്ടോയും മറ്റു വീഡിയോയും ഒക്കെ അയച്ചു കൊടുത്ത് ഇത് താമരശ്ശേരിയിൽ നിന്നും പോയ കുട്ടിയും യുവാവും തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരുമായി കേരളത്തിലേക്ക് മടങ്ങിയെത്തും. ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധു കൂടിയാണ് യുവാവ്. ഇയാൾക്കെതിരെ നേരത്തെ ഒരു പോക്സോ കേസും നിലവിലുണ്ട്. എന്തായാലും എന്താണ് ഇത്തരത്തിൽ ഈ ഒളിച്ചോട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ കാണാതാകലിലേക്ക് നയിച്ച ഒരു സാഹചര്യം എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈകാതെ കേരളത്തിലേക്ക് ഈ കുട്ടിയെയും യുവാവിനെയും എത്തിക്കും. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടൊപ്പം മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അനീഷ് നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നു. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അനീഷ്, PG ഡോക്ടർമാർ പണിമുടക്കുക എന്ന് പറയുമ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്താണ് നിലവിലെ അവസ്ഥ? തീർച്ചയായും 700-ലധികം PG വിദ്യാർത്ഥികൾ, PG ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത്. അതിൽ പകുതിയോളം ആളുകളാണ് ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നത്. അത്യാഹിത വിഭാഗം, ലേബർ റൂം, ഒപ്പം അങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ ചില വിഭാഗങ്ങളെ ഈ സമരത്തിൽ നിന്നും ഒഴിവാക്കി. നമുക്ക് ആ ഡോക്ടേഴ്സിനോട് തന്നെ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാൻ കേരള സംസ്ഥാന മെഡിക്കൽ കോളേജ് PG വിദ്യാർത്ഥി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റാണ്. നമ്മുടെ സ്റ്റൈപ്പൻഡ് അഥവാ ശമ്പളം ഈ മാസത്തെ വൈകിയിരിക്കുകയാണ്. പക്ഷെ ഒരു മാസത്തെ വൈകുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ്, അതും ഇവിടുത്തെ PG വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത്രയും വൈകിട്ടുള്ളത്. നമുക്കും കുടുംബങ്ങളുണ്ട്, ബില്ലുകളുണ്ട്, EMI അടവുകളുണ്ട്, ലോണുകളുണ്ട്. ഇതൊന്നും ഒരു തരത്തിലും കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കാഷ്വാലിറ്റി, എമർജൻസി OT തിയേറ്റർ, നമ്മുടെ ലേബർ റൂം എന്നുള്ള സേവനങ്ങൾ, അത്യാവശ്യ സേവനങ്ങൾ ഒഴിച്ചുകൊണ്ട് നമ്മൾ അനിശ്ചിതകാല സമരത്തേക്ക് പോവാണ്. KMPGയെ നമ്മുടെ DMEക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് ബുധനാഴ്ച മുതൽ സംസ്ഥാന വ്യാപക സമരത്തിന് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അതാത് PG അസോസിയേഷൻ പ്രിൻസിപ്പൾക്ക് സമര നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ബുധനാഴ്ചയ്ക്കുള്ളിൽ സ്റ്റൈപ്പൻഡ് വന്നില്ലെങ്കിൽ സംസ്ഥാനമൊട്ടാകെ നമ്മൾ സമരത്തിന് പോവുകയാണ്. ഇതാണ് ശ്രീജ സാഹചര്യം. കാരണം 56,000 രൂപയാണ് ഇവർക്ക് സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും സമയം തെറ്റിയാണ് ലഭിക്കുന്നത്. മാസം അവസാനം എത്തിയാൽ പോലും ഈ പണം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് ഏറ്റവും അധികം ഇക്കാര്യത്തിൽ ഒരു വൈകലുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ രാവിലെ 8 മണി മുതൽ അവർ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അവരിപ്പോൾ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭത്തിനായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ വലിയ സാരമായി ബാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒപ്പിയിലും മറ്റുമൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും മറ്റ് അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം 4-5 ജില്ലയിലെ ആളുകൾ എത്തുന്ന വലിയ ആശുപത്രിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രോഗികൾ ഏറ്റവും അധികം എത്തുന്ന മെഡിക്കൽ കോളേജുകളിൽ ഒന്നുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് അടിയന്തരമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരും ഈ മാനേജ്മെന്റും പ്രിൻസിപ്പൽ അടക്കമുള്ളവർ എത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഈ യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നത്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം ജോലികളിൽ നിന്ന് ഇന്ന് അവർ വിട്ടുനിൽക്കുന്നില്ല. പക്ഷേ ഇനി ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അത്തരം സേവനങ്ങൾ കൂടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകുമെന്നാണ് PG ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ.
അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ഉറപ്പാർന്നത്. കോഴിക്കോട് മലയോര മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. കാരശ്ശേരി വലിയപറമ്പ് വേലിരിക്കൊടുമലും കൊടിയത്തൂർ പഞ്ചായത്തിലെ എരഞ്ഞിമാവിലുമാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. എന്നാൽ പ്രദേശത്ത് കാട്ടുപൂച്ചയെ സ്ഥിരമായി കാണാറുണ്ടെന്നും ഇതാണോ നാട്ടുകാർ കണ്ടത് എന്ന് പരിശോധിച്ചു വരുന്നതായുമാണ് വനം വകുപ്പ് പറയുന്നത്. കാസർഗോഡ് കല്ലക്കട്ടയിൽ സ്കൂൾ വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. വാനിലുണ്ടായിരുന്ന 6 കുട്ടികൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാന്യ ഗ്ലോബൽ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുനമ്പം നിവാസികൾക്ക്. നിരാഹാര സമരം തുടങ്ങി 156 ദിവസം പിന്നിടുമ്പോൾ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് NIAക്ക് പരാതി നൽകാനും സമരസമിതി തീരുമാനിച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വലിയ പ്രതീക്ഷയോടെയാണ് മുനമ്പം നിവാസികൾ നോക്കിക്കണ്ടത്. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടെടുത്തു. കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയത് മുനമ്പം നിവാസികൾക്കേറ്റ വലിയ തിരിച്ചടിയായി. പക്ഷേ പിന്നോട്ടില്ല. പുതിയ സമരമുറകളുമായി ശക്തമായി മുന്നോട്ട്. മുനമ്പത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കടലിൽ ഒരു ദിവസത്തെ നിരാഹാരം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് ഇവിടുന്ന് വലിയൊരു പദയാത്രയാണ് നടത്തുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് മുനമ്പം ടു ട്രിവാൻഡ്രം എന്ന രീതിയിലാണ് ഞങ്ങൾ അടുത്ത ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കടലിൻ്റെ മക്കൾ കടലിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരാഹാര സമരം ഒരു ദിവസം കടലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സമര തീയതികൾ KCBCയോടും SNDPയോടും കൂടി ആലോചിച്ച ശേഷമായിരിക്കും നടപ്പിലാക്കുക. വഖഫ് സംരക്ഷണ സമിതി എന്ന് അവകാശപ്പെടുന്ന 3 വ്യക്തികൾക്കെതിരെയും മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും NIAക്ക് പരാതി നൽകുവാനും മുനമ്പം സമരസമിതി തീരുമാനിച്ചു. ന്യൂസ് 18 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കാൻ KPCC നേതൃയോഗത്തിൽ ഭാരവാഹികൾക്ക് നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് നയിച്ച മലയോര ജാഥയ്ക്ക് പിന്നാലെ അടുത്ത മാസം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന തീരദേശ ജാഥയും സർക്കാരിനെതിരായ പ്രചാരണ പരിപാടിയാക്കി മാറ്റാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മുകൾ തട്ടിൽ ഐക്യം, താഴെത്തട്ടിലും ഉറപ്പുവരുത്താൻ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് മുതിർന്ന നേതാക്കൾ മുൻകൈയെടുക്കണമെന്നും നേതൃത്വം നിർദ്ദേശം നൽകി.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കേണ്ടത് അനിവാര്യതയായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നൊരുക്കങ്ങളും സജീവമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബ്ലോക്ക് ഭാരവാഹികൾക്ക് വേണ്ടി നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ ഏപ്രിൽ ആദ്യവാരം സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച മലയോര ജാഥയ്ക്ക് പിന്നാലെ തീരദേശ മേഖലയിലും സ്വാധീനമുറപ്പിക്കാൻ ഏപ്രിൽ 2ാം വാരം തീരദേശ യാത്രയ്ക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രചാരണം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമാകാനാണ് KPCC ഭാരവാഹികൾക്കും DCC ഭാരവാഹികൾക്കും കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും ഊർജിതമാക്കും. ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ടതോടെ ഒഴിവുവന്ന ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തേക്ക് കോൺഗ്രസ് നേതൃനിരയിലെ യുവമുഖത്തെ വൈകാതെ പരിഗണിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതിനാൽ KPCC ഓഫീസിന്റെ ചുമതലയിലേക്ക് മുതിർന്ന KPCC ഭാരവാഹിയെ നിയോഗിച്ചേക്കുമെന്നും വിവരമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെ AICC ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ഇൻചാർജുമാരുടെയും യോഗം ചേരും. വൈകുന്നേരം 5 മണിക്കാണ് ഇന്ന് യോഗം നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ യോഗത്തിന് അധ്യക്ഷത വഹിക്കും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിൽ പങ്കെടുക്കും. CPM-നോട് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് സുധാകരൻ തുറന്ന പ്രതികരണങ്ങളുമായി വീണ്ടും രംഗത്തെത്തുകയാണ്. തനിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ പെയ്ഡാണെന്നാണ് സുധാകരന്റെ ആരോപണം. ആക്ഷേപങ്ങൾ ആസൂത്രിതമാണ്. അതിന് പിന്നിൽ 70ഓളം പേരടങ്ങുന്ന ഒരു സംഘമാണ്. ഇതിന് കൂട്ടുനിൽക്കുന്ന കേഡർമാർക്ക് കിട്ടേണ്ടത് കിട്ടും. തന്റെ സഹോദരന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നവർക്ക് G. ഭുവനേശ്വരനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും ന്യൂസ് 18നോട് G. സുധാകരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുവാക്കളായ ആളുകൾ SFI രംഗത്തുള്ള വളരെ ജൂനിയറായ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ വിഷമിപ്പിക്കുന്നില്ല ഇത്തരം? ഇല്ല, ഒരു വിഷമവും ഇല്ല. എന്തിനു വിഷമിക്കണം? എന്നാലും സഖാവ് G. ഭുവനേശ്വരന്റെ പേരുകളൊക്കെ പറഞ്ഞു. G. ഭുവനേശ്വരനെ പറ്റി അവർക്ക് എന്തറിയാം? മരണസമയത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു MPK കോളേജിൽ. ഇതൊക്കെ അവർക്ക് എന്തറിയാം? ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യം നിങ്ങൾ പറയാത്ത എന്താ? അവർക്ക് ഭുവനേശ്വരനെ പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് ഭുവനേശ്വരം മരിക്കുമ്പോൾ മെഡിക്കൽ കോളേജ് ഞാൻ മാത്രമേ ഉള്ളൂ അടുത്ത്. അതിവൈകാരികമായാണ് ആക്രമിക്കുന്നത്. അവർക്കെന്ത് വൈകാര്യം? ഭുവനേശ്വരനെ അവർക്ക് എന്തറിയാം? ഭുവനേശ്വരനെ പറ്റി അവർക്കൊന്നും അറിയില്ല. അവനെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഞങ്ങളാ. നമ്മുടെ പാർട്ടി, നമ്മുടെ പാർട്ടി കോൺഗ്രസ്സുകാരെ സെമിനാറിനും BJP-ക്കാരെയും വിളിച്ച കാര്യം ഞാൻ പറഞ്ഞതല്ല. ആദ്യത്തെ സംഭവമല്ല. ആദ്യ സംഭവമാണ് ഞാൻ പോവും. പോവണ്ടായെങ്കിൽ അവിടുന്ന് പറയത്തില്ല തിരുവനന്തപുരത്ത് നിന്ന് പോകരുതെന്ന് പറയുമല്ലോ. അപ്പം ഇത് മനഃപൂർവ്വം ആസൂത്രണം ചെയ്ത ഒരു സെറ്റാണ്. അതിലൊരു 10, 60, 70 പേരാണ് മൊത്തം ഇതുവരെ പങ്കെടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പരൊക്കെ ഉണ്ട്. എല്ലാം കൂടെ മാറി. ആലപ്പുഴയിൽ നേതൃത്വത്തിന് പങ്കുണ്ടോ? ഒരു നേതൃത്വത്തിന് ഇതിൽ പങ്കില്ല. G. സുധാകരന്റെ പ്രതികരണങ്ങൾ എന്തായാലും ഇനിയും ചർച്ചയാവും. കാരണം അദ്ദേഹം പറയുന്നത് ഈ സൈബർ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ ഒരു സംഘം പെയ്ഡ് സഖാക്കളാണ്. ഇതിനു മുൻപ് കോൺഗ്രസ് സംഘടിപ്പിച്ച സെമിനാറിൽ കൃഷ്ണദാസ് പങ്കെടുത്തില്ലേ എന്നൊക്കെയുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ ചർച്ചയാവും. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും ചർച്ചകളും എല്ലാമായി ന്യൂസ് ട്രെൻഡ്സ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘം പുറപ്പെടുന്നതിന്റെ ആ കാഴ്ചകളിലേക്ക് കടക്കാൻ പോവുകയാണ് ലോകം. നാസ അതിന്റെ ദൃശ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായി അതെല്ലാം ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. TG സജിത് ചേരും ഇടവേളയ്ക്ക് ശേഷം. രാവിലെ ഇനി വീണ്ടും നാളെ. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല.
എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ.